അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഒരു കുഞ്ഞു ചെയറൊക്കെ എടുത്ത് വെച്ച് അവിടെ വന്ന് നിന്നത് ഇങ്ങനെ കിച്ചണിലേക്ക് ഇങ്ങനെ എത്തി നോക്കും, എന്താ അവിടെ നടക്കണേന്നൊക്കെ അറിയാന്. അപ്പൊ ചില കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവർ റെസ്ട്രിക്ഷൻ ആയിട്ട് ഒന്ന് സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാനോ സ്വന്തമായിട്ട് ബസ്സിൽ പോവാനോ മോള് പോവാനോ ഒന്നിനും ഫ്രീഡം കിട്ടാതെ വളർന്ന കുട്ടികളായിരിക്കും. മോശം ഒരു കാര്യം കണ്ടാൽ അല്ലെങ്കിൽ മോശമായിട്ട് ഒരു കൂട്ടുകാരൻ കിട്ടുകയാണ്, അല്ലെങ്കിൽ അവനുമായിട്ട് കൂട്ടുകൂടാൻ വരിക എന്നുള്ളത് അവന് തോന്നുകയാണെങ്കിൽ അത് പാരന്റായിട്ട് സംസാരിക്കാൻ അവന് പറ്റണം. ഈവൻ വീട്ടു ജോലികൾ പോലും ഞങ്ങൾക്കത് പറയുന്നതിൽ ഒരു നാണക്കേടും ഇല്ല. ഞങ്ങള് വീട് വൃത്തിയാക്കും, വീട് തുടയ്ക്കും, ഉമ്മനെ സഹായിക്കും. ഞങ്ങൾക്ക് ചിലപ്പോൾ അറിയാത്ത കാര്യങ്ങളായിരിക്കും. ഇവിടെ ആരും ചോദിച്ചില്ല എന്താ ആൺകുട്ടികൾ എന്താ കിച്ചണില്. അതെ, ആൾക്കാരങ്ങനെ ചോദിച്ചാൽ ഉമ്മ പറയും പെൺകുട്ടികളൊന്നും ഇല്ലല്ലോ, അവരങ്ങ് ചെയ്തോളും. ആ രീതിക്ക് അമ്മ പറയാം. അല്ലെങ്കിൽ ഞങ്ങളോട് അങ്ങനെ പറയും, എനിക്ക് പെൺകുട്ടികളിൽ. നിനക്ക് എപ്പോഴെങ്കിലും നിന്റെ വർക്കില് അതായത് മറ്റൊരാളിങ്ങനെ ഓവർ ആയിട്ട് ഇൻസ്ട്രക്ഷൻ തന്നിട്ട് നിനക്കൊരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ നമ്മൾ പറയില്ല ഫ്രീഡം കിട്ടാത്ത പോലെ തോന്നിയിട്ടുണ്ടോ? ഞാൻ ഇപ്പം ഇവിടെ ഡിസൈനിങ്, ഐ മീൻ പോസ്റ്റർ ഡിസൈനിങ്, തംബ്നെയിൽസ് അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മുബഷിറാണ് അടുത്തിരിക്കുന്നത്. അപ്പം മുബഷിർ പറയും, എടാ അത് കുറച്ച് ഇങ്ങോട്ട് നീക്ക്, അങ്ങോട്ട് നീക്ക്, മേളിലോട്ട് നീക്ക്, താഴോട്ട് നീക്ക്, അല്ലെങ്കിൽ അവിടെ ഇത് കൊണ്ടുപോവാ അങ്ങനെ. അപ്പം ഏതൊരു ഡിസൈനർ ആണെങ്കിലും അയാൾക്ക് അയാളുടേതായ ഒരു ഡിസൈൻ പാറ്റേൺ ഉണ്ടാവും, ഡിസൈൻ കോൺസെപ്റ്റ് ഉണ്ടാവും, ഒരു ലേഔട്ട് ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാനത് എത്രത്തോളം ഭംഗിയിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണെങ്കിലും ആൾക്കാരിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇൻസ്ട്രക്ട് ചെയ്യുമ്പം എനിക്കതിൻ്റെ ഒരു ഫ്രീഡത്തിന് അതൊരു ബാരിയറാണ്. ഞാൻ ഏറ്റവും നന്നായിട്ട് കൊണ്ടുവരാൻ വിചാരിക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ അവിടെ മോശമായി പോവാം. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുട്ടികളുടെ കാര്യത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ? നമ്മളിപ്പോ കുട്ടികൾക്ക് കുറെ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ കുറെ ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യണം, അതും അങ്ങോട്ട് ഇത് ഇങ്ങോട്ട്. അപ്പൊ ഇങ്ങനെ കുറെ റെസ്ട്രിക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും അവർക്കും അവരുടെ ആ ഒരു ഫ്രീഡം റെസ്ട്രിക്റ്റഡ് ആവുകയാണ്. അവർക്കൊരു എന്താ പറയാ ഒരു ഓട്ടോണോമി അല്ലെങ്കിൽ അതില്ലാതെ വരികയാണ് എന്ന് അവർക്ക് തോന്നില്ലേ? അതിപ്പം ഇപ്പം നമ്മൾ കുട്ടികളുടെ ഫ്രീഡം ആയിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യം, അത് നമ്മൾ സേഫ്റ്റി നോക്കിയിട്ട് അത് ചെയ്യണ്ടെന്ന് പറയുമ്പം അത് അവരില്ലാത്ത നേരത്ത് ചെയ്യാൻ നോക്കുക എന്നുള്ള കാര്യമാണ് കുട്ടി ചെയ്യുക. ഇപ്പം കിച്ചണിൽ കയറണ്ട, പെൺകുട്ടികളോട് എല്ലാവരും ചെറുപ്പം മുതൽ പറയുന്നതാണ്, എന്താ കൈമുറിയും അല്ലെങ്കിൽ പൊള്ളും എന്നുള്ള രീതിക്ക് പേടിച്ചിട്ട് പറയുന്നതാണ് കിച്ചണിൽ കയറരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നുള്ളത്. പക്ഷെ ഷിഫയ്ക്ക് ചിലപ്പോൾ അനുഭവം ഉണ്ടാവാം, ആരും ഇല്ലാത്ത നേരത്ത് ചിലപ്പോൾ കിച്ചണിൽ കയറി ചിലപ്പോൾ എന്തെങ്കിലും കുക്ക് ചെയ്ത് മോശം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിടാന്നുള്ള കാര്യം. അപ്പം എന്ത് ചെയ്യണ്ടെന്ന് പറയുന്നു അതായിരിക്കും കുട്ടികൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. ഇത് പറഞ്ഞതുപോലെ എന്റെ ചെറുതില് ഞങ്ങളിങ്ങനെ തറവാട്ടിലേക്ക് നിൽക്കും. അപ്പൊ ഈ തറവാട്ടിൽ മറ്റേ അടുക്കളയിലൊക്കെ ഡോർ എന്ന് പറയുന്നത് 4 ഇതുള്ള ഡോറാണ്. അപ്പൊ താഴത്തെ 2 ഡോർ എപ്പോഴും ലോക്ക് ചെയ്തിട്ടേക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കിച്ചണിലേക്ക് കയറാണ്ടിരിക്കാൻ. എനിക്കാണെങ്കിൽ കിച്ചണിൽ കയറാനും ഇവരിത് എന്താ ചെയ്യണേന്നൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഒരു കുഞ്ഞു ചെയറൊക്കെ എടുത്ത് വെച്ച് അവിടെ വന്ന് നിന്നത് ഇങ്ങനെ കിച്ചണിലേക്ക് ഇങ്ങനെ എത്തി നോക്കും, എന്താ അവിടെ നടക്കണേന്നൊക്കെ അറിയാന്. എന്നിട്ട് വീട്ടില് ആരും ഇല്ലാത്ത സമയത്തുണ്ടല്ലോ, ഉമ്മയൊന്നും ആരും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ആ ഒരു ആരും ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ വേറെ ഏതൊരു മോഡ് ആക്ടിവേറ്റ് ആയിട്ട് മറ്റേ എന്താ ചെയ്യാ, ഓക്കെ എന്താ ചെയ്യാ, അപ്പൊ കിച്ചണിൽ കയറരുതെന്ന് പറയാം. ഓക്കെ വാ കിച്ചണിൽ പോവാ. എന്നിട്ട് കിച്ചണിൽ പോവാനും അതായത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഒക്കെ ഭയങ്കര ടെംപ്റ്റേഷൻ ആയിരുന്നു. പിന്നെ നമ്മുടെ സ്വന്തം ഉമ്മയൊക്കെ ആയിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോ ഉമ്മ ഈ പറഞ്ഞതുപോലെ ഉമ്മ കയറണ്ടെന്ന് പറയുമ്പോ എനിക്ക് ടെൻഡൻസി കൂടുതലാണ് കിച്ചൺ യൂസ് ചെയ്യാൻ. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഉമ്മ ഓക്കെ കിച്ചണിൽ യൂസ് ചെയ്തോ, കിച്ചൺ എപ്പോ വേണമെങ്കിൽ കയറാം, അത് ഓപ്പൺ ആയി, നമുക്ക് ഓപ്പൺ ആയപ്പോ ഞാൻ ഈ പറഞ്ഞ പണിയെടുക്കൽ കുറഞ്ഞു. വീട് കിട്ടിയപ്പോ പിന്നെ അത് ചെയ്യണമെന്ന് താല്പര്യമൊന്നുമില്ല. അത് കിട്ടിക്കഴിഞ്ഞപ്പോ മറ്റേ ഓക്കെ നോർമലായി. അതായത് അത് ബ്രേക്ക് ചെയ്യണം, ഒരു നമ്മൾ പറയല ഒരു എന്തോ ഒരു ഭയങ്കര ഒരു അഡ്വഞ്ചർ സാധനമില്ലേ, എന്നിട്ട് കേറണം, അത് അവിടെ നോക്കണം, അത് എടുക്കണം, ഈ കുക്ക് ചെയ്യണം. ആ ഒരു സാധനം മാറിയിട്ട് വളരെ മൈൻഡ്ഫുൾ ആയിട്ട് ഇഷ്ടത്തോടു കൂടി ഇവൻ അവര് ലെറ്റ് ചെയ്യാണ് കിച്ചണിൽ കയറിക്കോ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഉമ്മയുടെ കുറച്ചൊരു സേഫ്റ്റി, ഇപ്പം ഫ്ലെയിം ഓൺ ചെയ്യുമ്പോ എന്താ ശ്രദ്ധിക്കണ്ടേ, അതൊക്കെ ഫോളോ ചെയ്താണ് ചെയ്യണം. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണിൽ കയറണം, ആരും കാണാതെ കിച്ചണിൽ കയറണം. അതായത് എന്ത് ചെയ്യണം, നിങ്ങൾ സേഫ്റ്റിയും ഫ്രീഡവും രണ്ടും ബാലൻസ് ചെയ്തിട്ടല്ലെങ്കിൽ അത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് കൊണ്ടുപോകുമ്പോഴാണ് എന്ത് കാര്യവും ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയാം, പൊതുവെ മലയാളികളുടെ ഒരു സ്വഭാവം എന്ത് ചെയ്യണ്ടെന്ന് പറഞ്ഞോ അത് ചെയ്യാന്നുള്ളതാണ് അവരുടെ ടെൻഡൻസി. ഒരിടത്ത് ഇരിക്കണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയി ഇരുന്നാലേ അവർക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ.
എവിടെ എന്ത് കൊണ്ടുപോയി കളയരുത് എന്ന് പറയുന്നുണ്ട്, അവിടെ കൊണ്ടുപോയി കളഞ്ഞാലേ ഇവിടെ വേസ്റ്റ് അതെ ഇടരുത് ഇടരുത്. കറക്റ്റ് അവിടെ ആ തന്നെ അതെ, ഇവിടെ തുപ്പരുത് എന്ന് പറഞ്ഞാൽ അവിടെ തുപ്പിയാലേ സമാധാനമാവുള്ളൂ. അതാണ് മലയാളികൾ. അപ്പം കുട്ടികളെ മാത്രം, ഐ മീൻ വലിയ ആളുകൾ മാത്രം ഉണ്ടാവുന്നതെന്നല്ല, ആ ഒരു നേച്ചറിലാണ് വളർന്നു വരുന്നത്. അപ്പം കുട്ടികളുടെ അത് ബാലൻസ് ചെയ്തിട്ട് സേഫ്റ്റിയും ഫ്രീഡവും രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ബെറ്റർ നമ്മുടെ. വേ എന്ന് അതെ, പറയുന്നത്. ഈ പറഞ്ഞതുപോലെ എന്താണോ ഭയങ്കരമായിട്ട് റെസ്ട്രിക്ഷൻ കൊടുക്കുന്നത് അതിനെ ബ്രേക്ക് ചെയ്യും. ഇപ്പൊ നേരത്തെ പറയല്ലോ, അതായത് വീട്ടിൽ ആരും ഇല്ലെങ്കിൽ TV കാണരുത് എന്നുള്ള റെസ്ട്രിക്ഷൻ ആണ്, അല്ലെങ്കിൽ ഇന്ന് ചെയ്യരുത് എന്നാണെങ്കിൽ അവർ ആദ്യം ചെയ്യാൻ പോണത് അതെ, ആരും ഇല്ലാതിരുന്ന ചെയ്യാം. സമയത്ത് അത് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴാണ് അത് ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നത്. ഇപ്പൊ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ പല ബാക്ക്ഗ്രൗണ്ട് പല കൾച്ചറിന്ന് വന്ന കുട്ടികളാണ് ഉണ്ടാവുക. ഇവിടെ ഞാൻ എപ്പോഴും കാണുന്ന രണ്ട് ആൾക്കാർ, രണ്ട് കാറ്റഗറി ഓഫ് പീപ്പിളിനെ കാണാം. അതായത് ഒന്ന്, വീട്ടിലേക്ക് അത്യാവശ്യം നല്ല ഫ്രീഡം കിട്ടി. ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട്, എന്റെ ഉമ്മ എന്ന് പറഞ്ഞാല് ഭയങ്കര അത്യാവശ്യം ഞങ്ങളെ ഒരു നല്ല ഫ്രീഡം ഒക്കെ ഉണ്ടായി. ഞങ്ങൾ നല്ലോണം ഫ്രണ്ട്സിനെ പോലെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഞാൻ ആ സമയത്ത് എന്റെ ഫ്രണ്ട്സിനൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പലതും പോയി ഉമ്മയുടെ അടുത്ത് പറയാം. ബയോളജി ടെക്സ്റ്റിലെ ഡൗട്ട്സ് ചോദിക്കണം, ഞാൻ ഉമ്മാനോടാ ചോദിക്കാറുണ്ടായിരുന്നത്. അപ്പൊ എല്ലാം എന്റെ ഒരു അത്ര ഒരു എന്താ പറയാ, ഒരു ഫ്രണ്ട്ലി ഫ്രീഡം ഉണ്ടായിരുന്നു. അപ്പം എനിക്കെന്തോ ആ സമയത്ത് ഞാൻ ഇതൊക്കെ പറയുമ്പോ എന്റെ ഉമ്മാനോട് എനിക്കെന്തും പറയാം. അപ്പൊ എനിക്കെന്തോ വലിയ, അപ്പൊ ഞാൻ വലിയ സംഭവം പിന്നീടാണ് മനസ്സിലായത് ഞാൻ വലിയ സംഭവമായതല്ല, ഉമ്മ അത് ആ ഒരു അത് ആ ഒരു ഇതില് തന്നെ വളർത്തിയ എന്നുള്ളത്. അതിന്റെയാണ്. അപ്പം ഹോസ്റ്റലിൽ വന്നപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ചില കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓവർ റെസ്ട്രിക്ഷൻ ആയിട്ട് ഒന്ന് സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാനോ സ്വന്തമായിട്ട് ബസ്സിൽ പോവാനോ മോളിൽ പോവാനോ ഒന്നിനും ഫ്രീഡം കിട്ടാതെ വളർന്ന കുട്ടികളായിരിക്കും. അപ്പൊ ഇവരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റേത് നമ്മളിപ്പോ എന്ത് ചെയ്യുന്നുണ്ട്, ഷോപ്പിങ്ങിന് മോളിൽ പോകുന്നുണ്ടാകും, ചിലപ്പോൾ ഫിലിമിന് പോകുന്നുണ്ടാകും. അപ്പൊ നമുക്കൊക്കെ ഓക്കെ, നമ്മള് പോകുന്നു വരുന്നു കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മള് വീട്ടിൽ വിളിക്കുന്നു, ഇൻഫോം ചെയ്യുന്നു, പറഞ്ഞിട്ട് പോകുന്നു. മറ്റേ കാറ്റഗറി ഓഫ് കുട്ടികൾക്ക് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കിട്ടിയിട്ടില്ലല്ലോ. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു ചാൻസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ള രീതിക്ക് ഉണ്ടാവില്ലേ, നമുക്ക് അവിടെ പോവാം, ഇത് ഇങ്ങനെ ചെയ്യാം. അപ്പൊ അവരുടെ ആ ഒരു വെപ്രാളം കാണുമ്പോൾ ഞങ്ങളിങ്ങനെ ഇതിപ്പോ ഇവർക്ക് ഇങ്ങനെ ഇത്രയും ഇങ്ങനെ ചെയ്യാനുള്ള ഇതിപ്പോ. അപ്പൊ ഞാൻ നോക്കുമ്പോ എന്താ, അവർ ആദ്യമായിട്ടാണ് സ്വന്തമായിട്ട് ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കണത്. അതായത് നമ്മള് സ്വന്തം കാലിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അവർ ആദ്യമായിട്ട് ഫിലിമിന് പോണേ, ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ബീച്ചിൽ പോകുന്നത്. അപ്പം അങ്ങനെ കിട്ടുമ്പം അവരെ വിളിക്കുന്നു, ഇവരെ വിളിക്കുന്നു, അങ്ങനത്തെ ഫ്രണ്ട്സിനെ വിളിക്കുന്നു, അങ്ങനെ ആയിട്ട് പോകുന്നു. അപ്പൊ എന്താ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ആ ഒരു സമയത്ത് നല്ലൊരു ഗ്യാങ്ങിലൊക്കെ വരികയാണെങ്കിൽ കുഴപ്പമില്ല. മറിച്ച് ആലോചിക്കുക, ആ സമയത്ത് വേറെ മോശമായ ഇതില് ആൺകുട്ടികളുടെ നമ്മൾ കേൾക്കുന്ന കുറെ പ്രശ്നങ്ങളിലാണ് ഈ മയക്കുമരുന്ന് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ. അപ്പൊ ഏത് കൂട്ടുകെട്ടാൻ, ഇപ്പം മോശം ഒരു കാര്യം കണ്ടാൽ, അല്ലെങ്കിൽ മോശമായിട്ട് ഒരു കൂട്ടുകാരൻ കിട്ടുകയാണ്, അല്ലെങ്കിൽ അവനുമായിട്ട് കൂട്ടുകൂടാൻ വരിക എന്നുള്ളത് അവന് തോന്നുകയാണെങ്കിൽ അത് പാരന്റായിട്ട് സംസാരിക്കാൻ അവന് പറ്റണം. ഇങ്ങനെ ഒരാൾ വന്നു, ഇങ്ങനെ ഒരു കൂട്ടുകാരൻ ഉണ്ട് ക്ലാസ്സിൽ, അതങ്ങനെയാണെന്നുള്ള പറയാനുള്ള ധൈര്യം വേണം. ഇനിയിപ്പം നമ്മൾ അതിനുള്ള ഒരു ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു സേഫ് സോൺ അവന് കൊടുത്തിട്ടില്ലെങ്കിൽ അവനതായിരിക്കും ബെറ്റർ ആയിട്ട് തോന്നുക. അപ്പം അവനായിട്ട് കൂട്ടുകൂടുക, അവനായിട്ട് പുറത്തു പോവുക, അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ വലുതായിട്ട് തോന്നും. അതെ ശരിയാണ്. അതായത് ഇപ്പൊ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പാരന്റ്സിന്റെ അടുത്തൊരു സേഫ് സ്പേസ് ഇല്ല. നമ്മള് ഭയങ്കര ജഡ്ജ്മെന്റൽ ആയിട്ടായിരിക്കണം. അപ്പൊ ഇവരെന്തെങ്കിലും നിന്റെ കുട്ടിയുടെ ശരിയല്ല, നീ ഇങ്ങനെ ആയതുകൊണ്ടാണ് അവൻ അങ്ങനെ വന്നു പറഞ്ഞത്, നീ അപ്പൊ ഇങ്ങനെ ചെയ്യണം. അപ്പൊ തന്നെ ഓക്കെ, വേണ്ട, ഇനി പറയണില്ല, തീർന്നു. ആ ഒരു എന്താ പറയാ, ഒരു നമ്മൾ പറയുന്ന ആ ഒരു ഫ്രീഡം അവരുടെ ഇടയിൽ ഇല്ല എന്നുള്ളതാണ്. അതെ, കാര്യങ്ങൾ വന്ന് പറയാന്നുള്ളത്. ഇപ്പം ഒരു കാര്യം ചെയ്യണം, ഡിസിഷൻ മേക്കിംഗ്, അത് പറഞ്ഞു. എനിക്കിപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന്റെ കാര്യത്തില് കുട്ടികളുടെ ഒരു എന്താ പറയാ, അവരുടെ ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ അവരോട് ചോദിച്ച് എന്താ ചെയ്യാന്ന് ഉള്ള കാര്യം ചോദിക്കാന്ന് പറയുന്നത് അവർക്ക് കൊടുക്കുന്ന ഏറ്റവും ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അതെ. ഇതിലൊരു ഞാൻ പറഞ്ഞു, ചെറിയൊരു കാര്യം, ഇപ്പം രാവിലെ ഫുഡ് ഉണ്ടാക്കുമ്പം ഓൾറെഡി ഇപ്പം പുട്ടുണ്ടാക്കാനായിരിക്കും തീരുമാനിച്ചിട്ടുണ്ടാവുക, എന്നാലും പോയി ചോദിക്കും, എന്താ മോനെ വേണ്ടത്. അവൻ ദോശ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പുട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അതൊക്കെ ആ ഒരു ഇതിൽ പോകും, ചോദിക്കുക. അതെ, ഉണ്ടാക്കുകയാണ് എന്നുള്ളതിൽ പോലും അത് ചെറിയൊരു കാര്യമാണ്. രാവിലെ എന്തുണ്ടാക്കണം എന്നുള്ളത്, ഒരു പുട്ടുണ്ടാക്കുകയാണ്, ഓക്കെ, ആ പുട്ടുണ്ടാക്കുക എന്നുള്ളൊരു ഡിസിഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വീട്ടിലേക്ക് ഒരു ഫർണിച്ചർ വാങ്ങിക്കണു, അല്ലെങ്കിൽ ചെറിയ കാര്യം തൊട്ട് മറ്റെന്ത് കാര്യത്തിലും പല കാര്യങ്ങളും, ഈവൻ വീട്ടിലെ റൂൾസ് സെറ്റ് ചെയ്യുന്നത് പോലും അതിന് വരെ നമ്മൾ കുട്ടികളുടെ ഡിസിഷൻ മേക്കിംഗിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇത് നമ്മളാണ് ഡിസൈഡ് ചെയ്യണത്, 1 hour TV കണ്ടാൽ മതി, അല്ലെങ്കിൽ ഇന്ന കാര്യം ഈ വീട്ടിലാരും ചെയ്യാൻ പാടില്ല. എന്നിട്ട് ആ ഒരു ഇതിനെ ഒരു നമ്മളൊരു ഹിറ്റ്ലർ മോഡ് അത് പാരന്റ്സ് ഒരു പാറ്റേൺ ഇങ്ങനെ കണ്ടുവെക്കും.
ആ രീതിക്ക് അവരങ്ങ് പോകണം. ഇപ്പം എനിക്ക് വേണ്ടത് എന്താ, അല്ലെങ്കിൽ ഷിഫക്ക് വേണ്ടത് എന്താന്ന് ഷിഫന്റെ പാരന്റ്സ് അല്ലെങ്കിൽ എന്റെ പാരന്റ്സ് ചോദിച്ചില്ലെങ്കിൽ നമ്മളിപ്പം ഇവിടെ ഉണ്ടാവൂല. എന്നോട് എന്റെ പാരന്റ്സ് ചോദിക്കും, നിനക്ക് എന്താ വേണ്ടത്, നിനക്ക് എന്താ പഠിക്കേണ്ടത്, നിന്റെ ഡിസിഷൻ എന്താണ്, നീ എന്താണ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവൻ്റെതായ ഫ്യൂച്ചർ അല്ലെങ്കിൽ അവൻ്റെതായ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പ്രാപ്തനാക്കുക എന്ന് പറയണത് അത് ഒരു വലിയ കാര്യമാണ്. അതാ ഈ പറഞ്ഞതുപോലെ, അതായത് ഇപ്പം കുട്ടികൾ സ്കൂളിൽ തുടങ്ങുമ്പോഴേ നമ്മൾ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എഞ്ചിനീയറിങ്ങിന് വിടണം അല്ലെങ്കിൽ മെഡിസിന് വിടണം. അപ്പൊ കുട്ടികളുടെ ഒരു ഒപ്പീനിയൻ അവിടെ, അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരത്രയൊക്കെ ആയോ, അവർക്ക് എന്താ അറിയണേ, അവര് കുറെ ലോകം കണ്ടിട്ടില്ല, അനുഭവം ഒന്നുമില്ല. ഞങ്ങൾക്ക് അറിയാം റൈറ്റ് എന്താണെന്നുള്ളത് നമ്മൾ കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ അവിടെയൊക്കെ ഒരു അപ്പർ ഹാൻഡ് നമുക്കാണ്. ഓക്കെ, ഞാൻ പറയുന്നു, എന്റെ കുട്ടീനെ ഇൻഫോം ചെയ്യണു, കുട്ടി ചെയ്യണു, ആ ഒരു ഇത്. അതിനപ്പുറം അവിടെ ഒരു ഡിസ്കഷൻ കൊണ്ടുവന്ന് അവര് തന്നെ എന്താ പറയാ, ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ പോലും അവര് ഇൻവോൾവ് ചെയ്യണം. അതിന്റെ ആ ഡിസിഷൻ മേക്കിങ്ങിന്റെ ലാക്ക് വരുമ്പോഴുള്ള ഒരു പ്രശ്നം, ഇപ്പം ഒരു +2 കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു കരിയർ ചൂസ് ചെയ്യാൻ നിൽക്കുന്ന ഒരാളോട് ചോദിക്കും, അയാൾക്കൊരു പ്ലാൻ ഉണ്ടാവില്ല, ഫ്യൂച്ചറിൽ എന്താവണം എന്നുള്ളത് ഉണ്ടാവില്ല. ഓക്കെ, ഗോ വിത്ത് ദ ഫ്ലോ, എന്ത് സംഭവിക്കുന്നോ അതിലങ്ങ് അതെ, പോകുന്നത് അങ്ങ് പോയിക്കോട്ടെ എന്നുള്ള രീതിക്കായിരിക്കും. കറക്റ്റ് ഒരു ഡിസിഷൻ മേക്കിംഗ് എടുത്ത് +2 ഒരു കോഴ്സ് ചൂസ് ചെയ്തു, ഡിഗ്രിക്ക് ഒരു കോഴ്സ് ജോയിൻ ചെയ്തു, പഠിച്ച് നല്ലൊരു മാർക്ക് പാസ് ചെയ്ത് അവൻ്റെതായ ഡിസിഷൻ എടുത്ത് പ്രാപ്തനാക്കി വിടുകയാണെങ്കിൽ ഹി വിൽ ബി ഇൻ എ ബെറ്റർ പൊസിഷൻ, അല്ലെങ്കിൽ ബെറ്റർ ജോബ്, ഇൻ എ ബെറ്റർ കരിയർ. ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു മെന്റൽ ഹെൽത്ത് പോലും വളരെ സ്റ്റേബിൾ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ. മറ്റേതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഹോസ്റ്റലിൽ ചെല്ലുമ്പോഴാണ് ആദ്യമായിട്ട് സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാൻ പഠിക്കുന്നത്. ഇപ്പൊ ഹോസ്റ്റലിൽ എത്ര കുട്ടികളെ നമ്മൾ കാണാറുണ്ട്, അതായത് ആ ഹോസ്റ്റലിൽ ചെല്ലുമ്പോഴാണ് ആദ്യമായിട്ട് അവര് ഡ്രസ്സ് അലക്കാൻ അവര് എന്താ പറയുക ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യണത്. അതുപോലെ അവര് റൂം ക്ലീൻ ചെയ്യുന്നത്, എന്താ പറയാ അവരുടെ സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുക. കാരണം ഇതെല്ലാം വീട്ടിൽ നിന്ന് അമ്മമാര് ആണ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വീട്ടുകാരിങ്ങനെ ചെയ്തു കൊടുക്കുന്നു. അപ്പം ഒരു എന്താ പറയാ, നമ്മളിങ്ങനെ ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ പറയല്ലോ, ഒരു ചിറകിന്റെ ഉള്ളിൽ വളർത്തി പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകും. അതിലിപ്പം അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പം എന്റെ ബേസിക്കലി ഞാൻ പറയാം, എന്റെ വീട്ടിൽ ഞങ്ങൾ 3 ആൺമക്കളാണ്, പെൺമക്കളില്ല. അപ്പം ഈവൻ വീട്ടു ജോലികൾ പോലും ഞങ്ങൾക്കത് പറയുന്നതിൽ ഒരു നാണക്കേടും ഇല്ല. ഞങ്ങള് വീട് വൃത്തിയാക്കും, വീട് തുടയ്ക്കും, ഉമ്മനെ സഹായിക്കും, കിച്ചൺ. ഞങ്ങൾക്ക് ചിലപ്പോൾ അറിയാത്ത കാര്യങ്ങളായിരിക്കും. ആൾക്കാരങ്ങനെ ചോദിച്ചാൽ ഉമ്മ പറയും, പെൺകുട്ടികളൊന്നും ഇല്ലല്ലോ, അവരങ്ങ് ചെയ്തോളും, ആ രീതിക്ക് അമ്മ പറയാം. അല്ലെങ്കിൽ ഞങ്ങളോട് അങ്ങനെ പറയും, എനിക്ക് പെൺകുട്ടികളില്ല, നിങ്ങളാണ് എൻ്റെ ആ പെൺകുട്ടികൾ, ആൺകുട്ടികളെല്ലാം നിങ്ങളാണ്, നിങ്ങളങ്ങ് ചെയ്ത് തന്നാൽ മതി എന്നുള്ള രീതിക്ക് അമ്മ പറയാം. അപ്പോൾ കുക്കിംഗ് പോലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പം ഞാൻ 5 വർഷം ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട്. അപ്പം സ്വന്തമായിട്ട് ഡ്രസ്സ് അലക്കി ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നതുകൊണ്ട് എനിക്കുള്ള ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ സർവൈവ് ഇൻ എവരി സിറ്റുവേഷൻ. അല്ലെങ്കിൽ എവിടെ പോയാലും ഞാൻ സർവൈവ് ചെയ്യും. ഒരു കാട്ട് കൊണ്ട് ഇട്ടിട്ട് അവിടുന്ന് പുറത്തു വന്ന് പറഞ്ഞാൽ ഐ ക്യാൻ ഡു ദാറ്റ്. ആ ഒരു വിശ്വാസമുണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഡിസിഷൻ എടുത്ത് ഫ്രീഡത്തോടെ ചെയ്ത് തന്നതുകൊണ്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റും. അങ്ങനെ ഇല്ലാത്തൊരു കുട്ടി, അവനിപ്പം ഞാൻ കൊച്ചി വന്ന് വർക്ക് ചെയ്യുന്നെന്ന് പറയുന്നു, എനിക്ക് ഓക്കെയാണ്, എനിക്ക് നോർമൽ ആയിട്ടുള്ള കാര്യം. ഈ ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഫ്രീഡമോ ഇല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ അവിടെ ഇപ്പൊ ഇവൻ ഈ കേരളത്തിലെ ഒരു കൊച്ചി ഒരറ്റത്ത്, കാസർഗോഡുള്ള ഞാൻ കൊച്ചി വന്ന് പണിയെടുക്കുന്നു, അതേപോലെ വേറെ ഒരുത്തൻ കൊച്ചിയിൽ വന്ന് പണിയെടുക്കുക എന്ന് പറയുന്നത് അവനൊരു വലിയൊരു പേടി സ്വപ്നമായിരിക്കും. ഞാൻ അവിടെ പോയി എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ കാര്യങ്ങൾ ചെയ്യും, എങ്ങനെ അലക്കും, എങ്ങനെ ഫുഡ് ഉണ്ടാക്കും, അങ്ങനെയൊക്കെ പറയുന്നത് അവനൊരു വലിയൊരു പേടി സ്വപ്നമായിരിക്കും. അപ്പം ഡിസിഷൻ മേക്കിംഗ്, ഫ്രീഡം എന്നൊക്കെ പറയുന്നത് കുട്ടികളെ ചെറുപ്പം മുതലേ അങ്ങ് ചെയ്ത് വന്നാൽ അതെ, ആ ഒരു എന്താ പറയാ, ഇതൊക്കെ ഒന്ന് അലൈൻ ചെയ്ത് നമ്മൾ പറയില്ല, ഇതൊന്ന് ബാലൻസ്ഡ് ആയിട്ടൊന്ന് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. സേഫ്റ്റിയും വേണം. അതെ, ഫ്രീഡം കിട്ടണം കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തോന്നിയതുപോലെ അവരെന്താന്ന് വെച്ചാൽ കാണിക്കുന്നതല്ല. എല്ലാരും പറയുന്നത് വീട്ടിൽ നിന്ന് നിന്നെ അയച്ചു വിട്ടോ, അതല്ല നമ്മള് ഫ്രീഡം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ അവർക്കൊരു ഒപ്പീനിയൻ ഉണ്ട്, അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനായിക്കോട്ടെ. അതായത് ഓവർ റെസ്ട്രിക്ഷൻ ഇല്ലാതെ ഇപ്പൊ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും
നമുക്ക് സെറ്റ് ഓഫ് ഐഡിയ ഉണ്ട്. അതായത് എന്റെ പാരന്റ്സ് ചെയ്ത് വന്നൊരു മെത്തേഡ് ഉണ്ട്. അതെ ശരിക്കും ആ മെത്തേഡിലേ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ല. അതെ പുതിയ മെത്തേഡ് എക്സ്പ്ലോർ ചെയ്യാം. പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇല്ല, എന്റെ ഉമ്മ ഇങ്ങനെയാണ് പഠിപ്പിച്ചത്, അപ്പൊ ഞാൻ ഇത് തന്നെ പഠിച്ചു പഠിപ്പിച്ചേരുള്ളൂ. ആ ഒരു ആ ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ആ ഒരു തോട്ടിൽ നിന്നാണ് മാറേണ്ടത്. അപ്പൊ അത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും അവർക്ക് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ സ്വന്തമായിട്ട് ഇപ്പൊ സ്കൂൾ ബസ്സിലേക്ക് പോണം, ഒറ്റയ്ക്ക് പോണം. അപ്പൊ എപ്പോഴും എപ്പോഴും നമ്മളിങ്ങനെ പിന്നാലെ പിന്നാലെ വല്ലപ്പോഴും എത്ര നാള് നടക്കാൻ പറ്റും, അതൊരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ഒരു എയിം എന്ന് പറയുമ്പോൾ അവരൊറ്റയ്ക്ക് ചെയ്യട്ടെ. അതൊക്കെ അവർക്ക് ആ ഒരു ഫ്രീഡം എന്ന് പറയുന്ന ആ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാണ് ചെയ്യുന്നത്. ബസ്സിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ സ്വന്തമായിട്ട് ബസ്സിൽ കയറിയിട്ട് ട്രാവൽ ചെയ്യുന്നത് ഞാൻ 9th-ലോ 10th-ലോ പഠിക്കുമ്പോഴാണ്. അതുവരെ എനിക്ക് എനിക്ക് ചെയ്യണം എന്നുണ്ട്. എനിക്ക് ഭയങ്കര പൂതിയ ബസ്സിൽ കയറിയിട്ട് ഒറ്റയ്ക്ക് പോകും. അതൊക്കെ വലിയ വലിയ ആളാണല്ലോ, ഒറ്റയ്ക്ക് കയറിക്കിന് പോവാന്ന് പറയുന്നത്. അപ്പം അതൊക്കെ ഒരു ഇതായിരുന്നു. അത് വാപ്പം ഗൾഫിലായിരുന്നു, ഉമ്മ മാത്രം, ഞാനൊരു മോൻ. അപ്പം ഉമ്മയ്ക്ക് പിന്നെ കയറ്റി വിടാനൊന്നും പറ്റൂലല്ലോ. അപ്പൊ ആ ഒരു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് ഫ്രീഡം തരാത്തതിന്റെയോ അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ ഫ്രീഡം തരാത്തതിന്റെയോ ഒരു പ്രശ്നമല്ല അത്. ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞതാണ്. ഇപ്പം കുട്ടികളൊക്കെ, ഞാൻ ബസ്സിൽ കയറുമ്പോഴും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ബസ്സിൽ കയറിയിട്ട് സ്റ്റീം എടുത്ത് ഇങ്ങനെ പോവാന്ന് പറയുന്നത് അതൊക്കെ ഒരു ഇൻഡിപെൻഡന്റ് ആയി തുടങ്ങിയ കുട്ടികളൊക്കെ. പിന്നെ ഇതിലിപ്പം ഡിസിഷൻ മേക്കിങ്ങിന്റെ കാര്യം അല്ലെങ്കിൽ ഫാമിലിയില് വാപ്പാന്ന് പറയുന്നത് ഒരു ബോൾഡ് ക്യാരക്ടറാണ്. വാപ്പാന്ന് പറഞ്ഞാൽ മൂപ്പരൊരു ടെറർ ആയിരിക്കണം. അതാണ് ഒരു സ്റ്റിഗ്മ. ഇത് ഈവൻ കുട്ടികളുടെ വാപ്പ വരുന്നുണ്ട്, പറഞ്ഞു കൊടുക്കട്ടോ, വാപ്പ വരുന്നുണ്ട്. ചില ഉമ്മമാര് എന്ത് പറയും, വാപ്പനോട് പറയും, നിങ്ങൾ ഇങ്ങനെ നിന്നാലേ അവൻ പഠിക്കുള്ളൂ. അത് വാപ്പനെ മാത്രം ടെററാക്കി നിൽക്കണം എന്ന് എന്താ ഇത്രയും ഒരു നിർബന്ധം? നിങ്ങൾ നിന്നാലേ അവൻ പഠിക്കുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലേ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താലേ അവൻ നന്നാവുള്ളൂ. അങ്ങനെ ഒരു കാര്യമില്ല. നല്ല രീതിക്ക് അത് ഉമ്മയാണെങ്കിലും വാപ്പയാണെങ്കിലും നല്ല രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾ കേൾക്കും. അതെ, ഇപ്പൊ ഫാദർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പലരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഉള്ളിൽ ഭയങ്കര സ്നേഹമായിരിക്കും, പക്ഷെ എക്സ്പ്രസ് ചെയ്യില്ല. കാരണം എന്താ, വാപ്പ എന്ന് പറയുന്ന ഫിഗർ കുറച്ചൊന്ന് സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെയാണ്. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ നിൽക്കണം, ഇല്ലെങ്കിൽ ഞാൻ എന്റെ കുട്ടീനെ അഴിച്ചു വിടുകയാണ്, അല്ലെങ്കിൽ ഞാൻ കുട്ടീനെ ഞാനായിട്ട് വഷളാക്കുകയാണ്. വഷളാക്കുകയാണ് ഞാനായിട്ട് എന്നുള്ളൊരു തോട്ടാണ്. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓടിപ്പോയി വാപ്പാന്റെ അടുത്ത് സംസാരിക്കുക. ഈ വാപ്പയും പോലും തമ്മിലുള്ള കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഫോർമൽ ആയിരിക്കും. ഇവൻ മീറ്റിംഗിൽ പോലും ഉണ്ടാവില്ല ഇത്രയും ഫോർമാലിറ്റി. അത്രയും വളരെ ഇവൻ പ്ലാൻ ചെയ്ത് സംസാരിക്കുന്നത്. ആൺകുട്ടിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ അത് ഉമ്മ വഴി അങ്ങ് പോയിട്ടാണ് വാപ്പന്റെ അടുത്ത് എത്തുക. വാപ്പയായിട്ട് ഡയറക്റ്റ് സംസാരിക്കും. അത് നിങ്ങൾ വിചാരിക്കേണ്ട അത് വാപ്പ വലിയൊരു, അല്ലെങ്കിൽ നമ്മൾ വാപ്പയ്ക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനമാണ്, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അതൊരു കുറവാണ്. നമുക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാപ്പയായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ വാപ്പനോട് എന്തെങ്കിലും ചോദിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അത് ഡയറക്റ്റ് പോയി ചോദിക്കാൻ പറ്റണം. അങ്ങനെ ആയിരിക്കണം കുട്ടികൾ. ഇപ്പം എന്താ പറയാ, ഒരു വാപ്പ എന്താ വിചാരിക്കുക, എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ മകൾ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടിട്ട് അതെനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാന്നുള്ളതായിരിക്കും അവര് ആഗ്രഹിക്കുന്നത്. അപ്പം എന്താ പറയാ, വാപ്പൻ ഇങ്ങനെ ഒരു ബോൾഡ് ക്യാരക്ടറായി നിർത്താന്ന് പറയുന്ന ഒരു സ്റ്റിഗ്മ അത് ബ്രേക്ക് ചെയ്യണം. തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ, അതായത് കുട്ടികൾ അങ്ങോട്ട് പോയി ചോദിക്കണം. നമ്മുടെ ഒരു ഇതാണ്, നമ്മുടെ ഫാദറിന്റെ അടുത്ത് അങ്ങനെ സംസാരിക്കണം. ആ ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് ആ ഫാദറിന്. ഇപ്പൊ എങ്ങനെയാ നമുക്ക് പോയി സംസാരിക്കാൻ ഇതൊക്കെ തോന്നുക കുട്ടികൾക്ക്? നമ്മുടെ വാപ്പ അത്രയും ഒരു, നമ്മൾ പറയാം, ഓർക്കുമ്പോൾ തന്നെ മനസ്സിലൊരു ചിരി, ഇപ്പം ഫിഗർ ഓർക്കുമ്പോൾ തന്നെ മനസ്സിലൊരു ചിരി വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഓക്കെ നമ്മളൊരു വാം ആയിട്ടുള്ളൊരു ഇതായിട്ട് വരുമ്പോഴാണ് നമ്മൾ പോയി കുറച്ചുകൂടി സംസാരിക്കുക, ഇതാക്കുകയൊക്കെ ചെയ്യുക. ഇത് മറിച്ച് പാരന്റ്സ് അല്ലെങ്കിൽ വാപ്പ ഇത്തിരി വാപ്പ ഇങ്ങനെ നിൽക്കേണ്ട ഒരാളാണ്, ആ സ്റ്റിഗ്മയാണ് എല്ലാവരും ഇങ്ങനെ. ഓൾറെഡി വാപ്പ എന്ന് പറയുന്നത് കുറെ കാര്യങ്ങളും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫാമിലിയുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും വാപ്പ. ഇത്രയും പ്രശ്നങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന ഒരാളായിരിക്കും. അയാളെ പിന്നെയും വീട്ടിലെത്തിയ പിന്നെ അയാൾ ഒരു ബോൾഡ് ക്യാരക്ടർ, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു വില്ലൻ, ഹിറ്റ്ലർ അല്ലെങ്കിൽ ഒരു വില്ലനായി കാണാന്ന് പറയുന്നത് പിന്നെയും അയാളെ മാനസികമായിട്ട് തളർത്തുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അവിടെയെങ്കിലും മക്കളും ഭാര്യയുമായിട്ട് സന്തോഷമായിട്ട് എല്ലാം ഷെയർ ചെയ്ത് സന്തോഷത്തോടെ ജീവിച്ച് പോവാന്ന്
പറയുന്ന കാര്യം നമ്മൾ അയാൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു ഏറ്റവും വലിയ കാര്യമായിരിക്കും. അതെ, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഫാദറിന്റെ തലയിലാണ് എല്ലാം ഉള്ളത്. ഈ പറഞ്ഞത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ പല കാര്യങ്ങളും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ കുട്ടികളുടെ ആ ഒരു ഫ്രീഡം ഇല്ലേ അവിടെയും ഉണ്ട്. അതായത് അവിടെ എല്ലാം നമ്മൾ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിക്കണം. അതെ. കുട്ടികളെ മാത്രമല്ല, ഇത് ഇപ്പൊ എന്റെ വീട്ടിലെ ഫാമിലി അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ഫാമിലിയിലൊരു ഫിനാൻഷ്യൽ കാര്യം എന്റെ ഫാദർ മാത്രം നോക്കേണ്ട ഒരു കാര്യമല്ല. അല്ല. ആ വീട്ടിലുള്ള നമുക്ക് എല്ലാവർക്കും ഈക്വലി റെസ്പോൺസിബിൾ ആണ്. ചിലപ്പോ ഞാൻ ഏർണിംഗ് പേഴ്സൺ ആയിരിക്കില്ല, എന്നിരുന്നാൽ പോലും നമ്മുടെ ആ ഒരു ഡിസ്കഷൻ ഓക്കെ ഇത്ര നമ്മുടെ ഒരു നമ്മൾ പറയില്ല ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങള് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ വരുമാനം ഇത്രയാണ്, നമ്മൾ ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നു, ഇതെങ്ങനെയാ ടാലി ആവുക, ഇതിന്റെ എല്ലാം ഒരു ഡിസ്കഷൻ അവിടെ കുട്ടികളെ ആ വരുത്തണം. ചെറുപ്പം മുതൽ അത് കിട്ടുമ്പം ഇപ്പം എന്റെ ഒരു ഏജ് ആകുമ്പോൾ അല്ലെങ്കിൽ ഷിഫയുടെ ഒരു ഏജ് ആകുമ്പം അവൻ ആ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കും. അതെ, അപ്പം ഇപ്പം ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് അതുവരെ എടുക്കാൻ ഇത് ഇല്ല എന്നല്ല. എന്നോട് കാര്യങ്ങൾ ചോദിക്കും, എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ അറിയാം, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അറിയാം. അതെ, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അറിയാം, വാപ്പയുടെ കാര്യങ്ങൾ അറിയാം, ഉമ്മയുടെ കാര്യങ്ങൾ അറിയാം, എല്ലാം അറിയാം. അപ്പം പ്ലസ് ടു കഴിഞ്ഞത് മുതലാണ് എനിക്ക് അവർക്കൊരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ എനിക്കൊരു ഫ്രീഡം ആയിട്ട് അവർക്ക് എന്തെങ്കിലും ഡിസിഷൻ ചെയ്യാൻ പറ്റും, ഡിസിഷൻ എടുക്കാൻ പറ്റും, അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കണം എന്നൊക്കെ എനിക്ക് തുടങ്ങിയതപ്പോഴാണ്, ഞാൻ ചെയ്തു തുടങ്ങിയതപ്പോഴാണ്. അത് മുതൽ ഇതുവരെ ഞാൻ പറയുന്ന ഒരു കാര്യത്തിനും വീട്ടിലൊരു വിലയുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓക്കെ, അതങ്ങനെ ഒരു ഡിസിഷനാണ്, അതൊരു നല്ലൊരു ഡിസിഷനാണ്, അത് എനിക്ക് അവർ തന്നൊരു പ്രിവിലേജ് ആണ്. ഞാൻ പറയുന്നത് അവർ കേൾക്കാന്ന് പറയുമ്പം ഐ ഫീൽ സംതിങ് ബിഗ്. ഞാൻ പറയുന്നത് അവർ കേൾക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എന്റെ വാക്കുകൾക്ക് അവിടെ ഒരു വിലയുണ്ടല്ലോ എന്ന് പറയുന്നത് ബിഗ് തിങ് ആണ്, വലിയതാണ്. ഇപ്പൊ ഞാൻ നബാനത് പറഞ്ഞപ്പോഴോർക്കണത്, ഞാൻ എന്റെ ഫ്രണ്ട്സിൽ പലരിലും ഞാൻ കണ്ടൊരു കാര്യം വെച്ച് കഴിഞ്ഞാല്, അതായത് അവര് ജോലിയൊക്കെ കിട്ടി, ഒരു ജോലി കിട്ടുമ്പോഴാണ് വീട്ടിലൊരു വാല്യൂ അല്ലെങ്കിൽ ഒരു വില ഉണ്ടാവുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു റെസ്പെക്ട് ഒക്കെ കിട്ടുന്നത് ആ ജോലി കിട്ടി ഒന്ന് സെറ്റിൽ ആവുമ്പോഴാണ്. ശരിക്കും അപ്പോഴല്ല നമ്മള് കുട്ടിയൊക്കെ അങ്ങനെയല്ല. ഈവൻ ചെറിയ കാര്യങ്ങൾ പറയുന്നത് തൊട്ട് അവിടെ അവൻ പറയുന്ന ഒരു കാര്യം മാനിക്കുക, ആ റെസ്പെക്ട് അവിടെ കൊടുക്കുക. ചെറിയ കാര്യമായിരിക്കും പറയുന്നത്, വലിയ വലിയ കാര്യം ഒന്നും ആയിരിക്കില്ല. ചെറിയ പ്രായത്തിൽ എന്ത് പറയാനാ, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ആക്സെപ്റ്റ് ചെയ്തിട്ട് ഓക്കെ, അതെ, ആ ഒരു റെസ്പെക്ട് അത് മുതൽ കൊടുത്ത് അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ഈ ഒരു പ്രായത്തിലും അത് എന്താ പറയാ, ആ ഡിഫറൻസ് മനസ്സിലാവണം. പറഞ്ഞതുപോലെ ആ വീട്ടിൽ നിന്ന് ഇപ്പം ചെറിയൊരു പ്രായത്തില് ഒരു ഒപ്പീനിയൻ പറയുമ്പോ നീ കുട്ടിയാണ്, ചെറിയ വയല് വലിയ വർത്താനം പറയണ്ട. എല്ലായിടത്തും ടിപ്പിക്കലി മലയാളികൾ പറയുന്ന ഒരു വർത്താനമാണ്, ചെറിയ വായില് വലിയ വർത്താനം പറയരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ശരിക്കും അതിനും അപ്പുറം ഇവൻ അവര് പറയുന്ന ഒരു കാര്യം അവരുടെ ഒരു ഏജ് വെച്ചിട്ട് വളരെ നിസ്സാരമായ ഒരു കാര്യമായിരിക്കും പറയണേ, പക്ഷെ അത് നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ അവൻ പറയുന്ന ഒരു കാര്യത്തിന് നമ്മളത് റെസ്പെക്ട് ചെയ്ത്, നമ്മളത് കേട്ട് റെസ്പെക്ട് ചെയ്ത്, അത് ആ ഒരു കാര്യം പോലും നമ്മുടെ ഡിസ്കഷനിൽ ഒരു പോയിന്റ് ആണ്. ഇവൻ ആ ഡിസിഷൻ, നമ്മളിപ്പോ വീട്ടിലൊരു ഡിസിഷൻ എടുക്കുമ്പോൾ കൊച്ചു പറയാണ് ഇന്നതും ഇങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കുമ്പോ അവിടെ പോലും അത് പറയാനുള്ളൊരു സ്പേസ് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ആദ്യം ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ റെസ്പെക്ട് ചെയ്യാന്നുള്ളത്. അത് ഈ റെസ്പെക്റ്റും ഫ്രീഡവും നമ്മൾ എന്താ ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഫ്രീഡം എന്ന് പറയുന്ന ഒരു കുട്ടീനെ കണക്ട് ചെയ്യിക്കുന്ന ഒരു കാര്യമാണ്. ആ ഡിസിഷൻ മേക്കിംഗ് അവരെ ഇൻവോൾവ് ചെയ്യിക്കുക, അവർക്കൊരു റെസ്പെക്ട് ഫാമിലിനെ കിട്ടുക. മറിച്ച് നബാൻ പറഞ്ഞതുപോലെ ഒരു നമ്മൾ ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മൾ പഠിച്ചു തുടങ്ങുന്ന ചിലപ്പോൾ ഒരു ജോലി കിട്ടി കയ്യിൽ സാലറി കിട്ടുമ്പോഴായിരിക്കും. പക്ഷേ ഞാൻ അതിന് മുന്നേ ചെയ്തു തുടങ്ങിയതാ. എനിക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഞാൻ പറഞ്ഞ ആ ഡിസിഷൻ എടുത്തു തുടങ്ങിയത് മുതലേ ഞാൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് എങ്ങനെ എവിടെ നിന്ന് ചെലവഴിക്കണം, എങ്ങനെ ആക്കണം എന്നുള്ളത് ഞാൻ ഇപ്പോഴും അത് കീപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് അതെന്റെ പാരന്റ്സിൽ നിന്നാണ് കിട്ടിയത്, അവരാണ് എന്നെ പഠിപ്പിച്ചത്. ഐ എം പ്രൗഡ്. ഞാൻ അത്രയും ഇതായിട്ട് പറയും ആ കാര്യങ്ങളൊക്കെ. ആ ഒരു സംഭവം നമുക്ക് എല്ലാവരിലും എത്താൻ പറ്റണം. ചെറുതിലെ കുട്ടികളുടെ കയ്യില് ആ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ആ ഡിസിഷൻ മേക്കിംഗ്, ആ ഒരു നമ്മൾ പറയില്ല, ആ ഒരു റെസ്പെക്ട്, ഫ്രീഡം, ഇതെല്ലാം കിട്ടി വളരുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിലേഷൻ നിങ്ങൾ പാരന്റ്സും ചൈൽഡുമായിട്ട് ഉണ്ടാക്കുക. ഓക്കെ, വാപ്പ ഉമ്മ എന്ന് പറയുന്നതൊക്കെ ഒരു ബോൾഡ് ക്യാരക്ടറാണ്, അല്ലെങ്കിൽ അവരൊക്കെ എന്താ പറയാ, അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് അല്ലെങ്കിൽ അതൊക്കെ അത് കൊടുത്തുകൊണ്ട് തന്നെ കുട്ടികളായിട്ട് ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് എന്തും വന്ന് തുറന്ന് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ
അവരുമായിട്ട് എല്ലാ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന, അവരോട് എല്ലാ ഡിസിഷനും ഓരോ കാര്യങ്ങൾ ചോദിക്കുന്ന, അവരുടെ ഒപ്പീനിയൻ ചോദിക്കുന്ന ഒരു നല്ലൊരു ഫ്രണ്ട് ആയിട്ട് മാറണം പാരൻസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നമ്മുടെ സൊസൈറ്റിയിലുള്ള കുറേ സ്റ്റിഗ്മകളുണ്ട്. വാപ്പ ഒരു വില്ലനാണ്, അല്ലെങ്കിൽ ആൺകുട്ടികൾ കിച്ചണിൽ കയറാൻ പാടില്ല, അവർക്ക് അവിടെയുള്ള ഫ്രീഡം ഇല്ല, അതിനുള്ള ഫ്രീഡം ഇല്ല, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഈ ചെറിയ ചെറിയ വായിൽ വലിയ വർത്താനം പറയരുത്, ഇങ്ങനെയുള്ള കുറേ സ്റ്റിഗ്മകളുണ്ട്. അതേപോലെ നിങ്ങൾക്ക് അറിയുന്ന, അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങൾ ആരെങ്കിലും കേട്ട് പറഞ്ഞിട്ടുള്ള, പരിചയം നിങ്ങൾ കേട്ട് പരിചയമുള്ള എന്തെങ്കിലും സ്റ്റിഗ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും.